മോളെ എന്താ ഇതൊക്കെ? അറിയില്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല അച്ഛാ. പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രം. ഞാൻ കൊണ്ടുപോയതോ? അതാരോ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി വച്ച വ്യാജ യന്ത്രോ മോളെ. ഇത് അമ്മയ്ക്ക് എവിടെന്നാ കിട്ടിയേ? പൂജാമുറിയിലെ വിഗ്രഹത്തിന് പിന്നിൽ നിന്ന്. വിഗ്രഹത്തിന് മുന്നില് നീ വച്ച യന്ത്രം പിന്നിലേക്ക് മാറ്റി വെച്ചിട്ട് ആരോ നമ്മളെ കബളിപ്പിക്കാനായി ഈ യന്ത്രം ഇരുന്ന സ്ഥാനത്ത് ആ വ്യാജ യന്ത്രം വച്ചു. മോളെ, അതുമായിട്ടാ നിങ്ങൾ പഞ്ചകൈലാസത്തിലേക്ക് പോയത്. അവിടത്തെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ സ്ഥാപിച്ചത് വ്യാജ യന്ത്രമാ. പ്രീതിയുടെ ദോഷങ്ങൾ മാറാൻ സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രം അല്ല അത്. നിങ്ങൾ പോയതിന് പിന്നാലെ എന്തോ ഒരു ദുസ്സൂചന തോന്നി പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നതിനിടയിലാ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ യന്ത്രം എന്റെ കണ്ണിപ്പെട്ടത്. പ്രീതിക്ക് ആപത്തുണ്ടാവുമല്ലോ എന്ന് ഭയന്ന എനിക്ക് BP കൂടിയതും ഞാൻ തല ചുറ്റി വീണതും. ഞാൻ ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും സമയം കടന്നുപോയിരുന്നു. അപ്പോ അതാ എന്നെ പോലെ വീഴ്ത്തി കളഞ്ഞല്ലേ? യന്ത്രം മാറ്റിവെച്ച് നമ്മളെ കബളിപ്പിച്ചത് അതാരാ അമ്മേ? അതുകൊണ്ട് അവർക്ക് എന്താ നേട്ടം? മോളെ, അതിനി നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കണമെന്ന് കരുതിയോൾ തന്നെയാ സുസ്മിത. അതെ മോളെ. ഇത് ചെയ്തതും അവള് തന്നെ ആവാനേ വഴിയുള്ളൂ. മോളെ, പ്രീതിയുടെ കാര്യം സത്യാമ്മ അറിയിക്കണ്ടേ? അതിപ്പോ എങ്ങനെയാ? രോഹിത്തിന്റെ കാര്യം കേട്ടപ്പോ തന്നെ സത്യമ്മയുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? പ്രീതിയുടെ കാര്യം കൂടി താങ്ങാനുള്ള കരുത്തുണ്ടാവോ സത്യമ്മയ്ക്ക്? ശരിയാ. ശാലിനി, എന്താ എല്ലാരും കൂടി? ഒന്നുമില്ല. പ്രീതിയെ വിളിച്ചിരുന്നോ നീ? എന്താ? ഞാൻ വിളിച്ചിരുന്നു സത്യാമ്മേ. എന്നിട്ട്? കിട്ടിയില്ല. അവിടെ സിഗ്നൽ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും കുറെ ട്രൈ ചെയ്തിരുന്നു. എന്താന്നറിയില്ല, ഒന്ന് കാണാൻ കൊതിയാവൂ അവളെ.
എന്താ രാഘവേട്ട? ഹേയ്, ഒന്നുമില്ല. രോഹിത്തിന്റെ കാര്യം ഓർത്തിട്ടാണോ? രാഘവേട്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവനെ വിഷ്ണു കൊണ്ടുവരും. ഒപ്പം പോയവരെയെല്ലാം അതേപടി തിരിച്ചെത്തിച്ചിരിക്കും വിഷ്ണു. സത്യഭാമയുടെ മകൻ അവൻ. മരുന്ന് കഴിച്ചോ? ഞാൻ മരുന്നെടുത്ത് കൊടുക്കട്ടെ. ഇനി ഇതെന്താ ചെയ്യാ? യന്ത്രോ? ഇത് ശിവക്ഷേത്രത്തിൽ തന്നെ സ്ഥാപിക്കണം മോളെ. എങ്കില് പ്രീതിയുടെ ദോഷം മാറും. അപ്പൊ അത് കണ്ടെത്തിയോ? പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിലേക്ക് അമ്മ തന്നെ ഇത് കൊണ്ടുപോവാം. അമ്മ തനിച്ച്? സാരമില്ല മോളെ, പ്രീതിക്ക് വേണ്ടിയല്ലേ. ഒരു പിഞ്ചു കുഞ്ഞാനാഥയാവരുത് മോളെ. തൽക്കാലം സത്യാമ്മ ഈ കാര്യം അറിയണ്ട. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരും. പ്രീതിയുടെ കാര്യത്തില് നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതാ യന്ത്രം സ്ഥാപിച്ച് തരാൻ ശാരദാമ്മ ഞാൻ നിങ്ങളെ കൊണ്ട്. അവിടത്തെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ സ്ഥാപിച്ചത് വ്യാജ യന്ത്രമാ. വീഴ്ചയ്ക്ക് ശേഷം താഴേക്കുരുണ്ട് വീണ്ടും പലതവണ തല കല്ലിലോ മറ്റോ ഇടിക്കുകയുണ്ടായോ? മോളെ, വെള്ളമെങ്കിലും കുടിക്കും മോളെ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അമ്മ പറയുന്ന കേക്ക്. അമ്മ ഇന്ന് പോകുന്നുണ്ടോ? എന്താ എന്താ ഇവിടെ? എന്താ എന്താ സാറല്ലേ? ഭാമേ, നീ ഇത് കണ്ടോ? ഇന്നലെ വന്നത് മുതൽ ഇവള് ജലപാനം കഴിച്ചിട്ടില്ല. ശ്ശോ. നീ മാറ്. എന്താ മോളെ ഇത്? എന്താ നീ ഇങ്ങനെ? ഭാമാന്റെ അമ്മയെ പോലെ ആവില്ലേ? പഞ്ചകൈലാസത്തിലെ കൊക്കയിലേക്കാ രോഹിത് വീണു പോയത്. അതും എന്റെ കൺമുന്നീന്ന്. അതിന്റെ ഫീല് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എനിക്ക്. ഒരന്യ പുരുഷനല്ല ആന്റി. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ പ്രാണനെ പോലെ കരുതിയ ആളാ. അങ്കിളിനെ എങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ആന്റിക്ക് സഹിക്കാൻ പറ്റുമോ?
മോളെ രോഹിത് എങ്ങനെയാ ഏതവസ്ഥയിലാന്നറിയാതെ ഞാൻ എങ്ങനെയാ ആന്റി പച്ചവെള്ളം കുടിക്കുക? എന്റെ ആന്റി എങ്കിലും ഒന്ന് മനസ്സിലാക്ക പ്ലീസ്. മോളെ മനസ്സിലാവുന്നുണ്ട്. മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും ഈ ആന്റിക്ക് നിന്നെ മനസ്സിലാവും. മോള് വിഷമിക്കാതെ. രോഹിത്തിനെ വിഷ്ണു കൊണ്ടുവരും. കൊണ്ടുവരുന്നത് എനിക്കൊന്ന് കാണണം. വിഷ്ണുവേട്ടൻ വരും, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ. എന്തെങ്കിലും ഒന്ന് അതിങ്ങ് തന്നെ. ദാ, കുറച്ച് വെള്ളമെങ്കിലും കൂടി. ആന്റി അല്ലേ പറയുന്നേ? രക്ഷപ്പെട്ടു. ദാഹിച്ച് തൊണ്ട വരണ്ടിരിക്കായിരുന്നു. ദാ, വെള്ളമെങ്കിലും കുടിക്കും. വേണ്ട ഭാമേ, അവളുടെ സങ്കടം നീ ഒന്ന് മനസ്സിലാക്ക്. ഭർത്താവ് കൊക്കയിൽ വീണ്ടിരിക്കുമ്പോ ജലപാനം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അവള്? എന്നാ വേണ്ട. ഇയാളെയും കൂടെ കൊണ്ടുപോകേണ്ടതായിരുന്നു പഞ്ചകൈലാസത്തിലേക്ക്. ദേ വിഷ്ണു വന്നല്ലോ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, എവിടെ എന്റെ രോഹിത്? പറ വിഷ്ണുവേട്ടാ, പറയാൻ. വിഷ്ണുവേട്ടാ, കൊണ്ടുവന്നില്ലേ എന്റെ രോഹിത്തിനെ? പറ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ എവിടെ? എന്റെ രോഹിത് എവിടെയെന്ന് മോളെ എന്താ ഇത്? പറ വിഷ്ണുവേട്ടാ, എന്റെ രോഹിത്തിനെ കൊണ്ടുവരാൻ പറ്റിയില്ലേ വിഷ്ണുവേട്ടന്? പറ വിഷ്ണുവേട്ടാ, പറയാൻ. വിഷ്ണുവേട്ടാ, മോളെ എന്തായി കാണിക്കുന്നേ? വാ ഇങ്ങോട്ട്. വിട്. വേണ്ട മോളെ. വിഷ്ണുവേട്ടാ, മോളെ ആമേണ്ടി, എന്റെ രോഹിത്. മോളെ നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാക്കാം. ചർലൻ അവളെ പിടിച്ചോ. മോളെ മോളെ. അയ്യോ അയ്യോ മോളെ രോഹിത്, മോളെ മോളെ. എന്റെ രോഹിത്തിന് എന്താ അമ്മ പറ്റിയത്? എന്നെ വിട്ടിട്ട് എങ്ങോട്ടാ രോഹിത്ത് പോയത്? എന്റെ മോളെ. രോഹിത്ത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മ. ഞാൻ ചത്തുപോവും. ഇവിടെ അഭിനയിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഒരു ഓസ്കാർ അവാർഡെങ്കിലും കിട്ടിയേനെ. മോനെ, രോഹിത് കണ്ടെത്താൻ പറ്റിയ സൂചനകളൊന്നും ഇല്ല അച്ഛാ. ഇന്നലെ രാത്രി പഞ്ചകൈലാസത്തിലെ മഴ തുടങ്ങി. ഇനിയൊരാഴ്ചയോളം ഒന്നും നടക്കില്ലെന്ന രക്ഷാപ്രവർത്തകർ പറയുന്നേ. അയ്യോ
വനത്തിനുള്ളിൽ ഉരുൾപൊട്ടാനും മലയിടിയാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഫോറസ്റ്റുകാർ പോലും കാട്ടിലിറങ്ങില്ല. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവൻ അങ്ങനെ മണ്ണിനടിയിലായി. അയ്യോ എന്റെ രോഹിത, എനിക്കിനി ജീവിക്കണ്ട. എന്തിനാ വിഷ്ണു നീ ഇങ്ങോട്ട് തിരക്കിട്ട് പോന്നേ? രക്ഷാപ്രവർത്തകർക്കൊപ്പം നിന്ന് രോഹിത്തിനെ കണ്ടെത്തിയിട്ട് പോന്ന പോരായിരുന്നു നിനക്ക്? എനിക്കത് തന്നെയായിരുന്നു അമ്മ ആഗ്രഹം. പക്ഷെ പ്രീതി ഇങ്ങനെ കിടക്കുമ്പോ ഭാമേ, രക്ഷാപ്രവർത്തനത്തിന് കാട്ടിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വിഷ്ണുവിടെ എന്നിട്ട് എന്താ കാര്യം ഭാമേ? ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന്? എന്തെങ്കിലും സൂചന കിട്ടി അറിയിക്കാന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രോഹിത്തിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ അപകടങ്ങൾ പതിവായതുകൊണ്ട് അവിടേക്ക് പോകുന്നവരെ നിരീക്ഷിക്കാൻ പോലീസ് ചുറ്റും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകുന്നവരും വരുന്നവരും അവിടെ വെച്ച് എന്തെങ്കിലും ക്രൈം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാ പോലീസ് അവിടെ ഒളിക്യാമറകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാന ക്യാമറയിൽ നിന്നുള്ളൊരു ഫുട്ടേജ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. രോഹിത്തിന് സൂയിസൈഡ് പോയിന്റിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് ആ CCTV ഫുട്ടേജിലുണ്ടാവും. ആ ഫുട്ടേജ് ഈ പെൻഡ്രൈവിലുണ്ട്. സൂയിസൈഡ് പോയിന്റിൽ നടന്ന ദൃശ്യങ്ങൾ. സുസ്മിത വെള്ളം കുടിച്ച് നിരാഹാരവ്രതം അവസാനിപ്പിച്ചത് എന്തായാലും നന്നായി. രോഹിത്തിനെ പറ്റി എന്തായാലും വ്യക്തമായ തെളിവ് കിട്ടിയല്ലോ. അതെ അച്ഛാ, സുസ്മിതയുടെ ത്യാഗവും പ്രാർത്ഥനയൊക്കെ ദൈവം കാണുകയും കേൾക്കുകയും ചെയ്തതാവും. അതിന് ഈ ഫുട്ടേജ് കൊണ്ട് എന്താ കാര്യം? രോഹിത്തിനല്ലേ എനിക്ക് വേണ്ടത്. നിക്ക് സുസ്മിതേ, രോഹിത്തിന് സംഭവിച്ച എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? എന്താ നടന്നെന്ന് അറിയണമെന്ന് പറഞ്ഞാ എന്നെ അവിശ്വാസം ഉള്ളതുപോലെ അല്ലേ? ഞാനാണോ രോഹിത്തിനെ? നീ എന്ന് അടങ്ങു സുസ്മിതേ. അവിടെ എന്താ നടന്നെന്ന് കണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ.
കണ്ടില്ലേ ഭാമാൻഡി? എന്നെ അപമാനിക്കുന്നതിന് തുല്യല്ലേ ഇത്? മോളെ അങ്ങനെ നീ കരുതല്ലേ. അത് കാണുന്നതിലൊരു തകരാറുമില്ലെന്ന് എന്റെ അഭിപ്രായം. നമുക്ക് രോഹിത്തിനെ കണ്ടെത്തുന്നതിനും അത് സഹായിച്ചേക്കും.